ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം ചെറിയുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, ഒരല്പം പെരിഞ്ചീരകം, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, കുറച്ച് ചതച്ച മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാടങ്ങ് പേസ്റ്റ് പോലാക്കി കളയരുത്. നമുക്കൊരല്പം തരിതരിയായിട്ട് വേണം കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത ശേഷം നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കേണ്ട, പകുതി കൂട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി പകുതി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിച്ചത്, ഒരല്പം പെരിഞ്ചീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെരിഞ്ചീരകം ഇതിലൊരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല കേട്ടോ, അത് നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും 1-2 സ്പൂൺ അരിപ്പൊടിയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 30 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഈ മസാല പുരട്ടുന്നതിന് മുമ്പ് ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. ഉള്ളിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് 2 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതുപോലെ നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചിക്കനൊക്കെ വറുത്ത് നമ്മളത് കോരുന്ന സമയമുണ്ടല്ലോ, ആ കോരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ചിരുന്ന ആ ഉള്ളിയുടെയൊക്കെ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരുന്ന കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ അതിൻ്റെ കൂടെ 2-3 വെളുത്തുള്ളി ചതച്ചതും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പൊടിയും കൂടെ ചേർത്ത് ചിക്കൻ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഈ പൊടിയും ഈ ചിക്കൻ ഫ്രൈയും നല്ല ചൂട് പൊറോട്ടയോ എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കണം കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.